അപ്പം ഇങ്ങനെ അശ്വിൻ സുഗതൻ പറയുന്ന പോലെ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ ബോഡി ഷെയിമോ അല്ലെങ്കിൽ നിറത്തിലോ അല്ലെങ്കിൽ മാനറിസത്തിലോ ഏതേലും രീതിയിൽ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേസായിട്ട് പോകണം. ഇപ്പോൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വീഡിയോയിൽ എവിടെയും ഇങ്ങനൊരു കാര്യം മെൻഷൻ ചെയ്യോ അല്ലെങ്കിൽ ഈ തരത്തിൽ അശ്വിൻ സുഗതൻ പറയുന്ന ഒരു കാര്യം ഞാൻ എന്റെ അത് ചെയ്തിട്ടില്ല. എനിക്ക് കമന്റ് ഇട്ട ആൾക്കെതിരെ തിരിച്ച് കമന്റായിട്ട് റിപ്ലൈ അതേ രീതിയിൽ ഞാൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ അശ്വിൻ സുഗതനെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തി ഞാനൊരു പെൺകുട്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. സാറാ ജോസഫിന് എല്ലാവർക്കും അറിയാം, ആയിരിക്കാം, ആവാതിരിക്കാം. മേ ബി നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു വ്ളോഗൊക്കെ ചെയ്ത് പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ ഫാമിലി വ്ളോഗ് ടൈപ്പ്, ആ ഒരു ടൈപ്പ് വീട്ടിലെ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഫുഡ് കഴിക്കുന്നതാണ്. അൺലിമിറ്റഡ് ഫുഡ്, എവിടെയെങ്കിലും മറ്റേ 100 രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് ഉണ്ടെങ്കിൽ അവന്മാർക്ക് നഷ്ടമാവും. ആ സെറ്റപ്പിൽ ഫുഡ് കഴിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നല്ല രസമാണ് വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരിക്കുക. നല്ല അടിപൊളി എന്റർടൈനിങ് ആണ്. ഫുഡൊക്കെ കഴിക്കുന്ന കാണുമ്പം നമ്മളൊന്നും എത്തത്തില്ല, ഏഴേലത്തെത്തത്തില്ല. ഉള്ള കാര്യം പറയാം. മറ്റേ ഈ സിനിമയല്ലേ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, ആ സിനിമയിൽ ജോസിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ആ ഒരു സെറ്റപ്പില്ല. അതുപോലെ ആയിരിക്കും ഈ സാറയെ വിളിച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ. നല്ല രസമാണ് ഫുഡ് കഴിക്കുന്നതും ഒക്കെ കാണാനും. ഇത് കുളപ്പുറത്ത് ഭീമൻ സെറ്റപ്പാണ്. ഓക്കെ, കുളപ്പുറത്ത് ഭീമൻ പണ്ട് ബാലരമേലുണ്ടായിരുന്നേന്. രണ്ടാവ് നിറച്ച് ചോറിടുന്ന് കഴിക്കുന്ന ടീം. അതുപോലെ അത്യാവശ്യം നല്ല രസമാണ് ഇവള് ഫുഡൊക്കെ കഴിക്കുന്ന കാണാനും ആ വീഡിയോസൊക്കെ എന്റർടൈൻ ചെയ്ത് പോവാൻ. അപ്പൊ റീസൺലി ഒരു ഇഷ്യൂ, ചെറിയൊരു ഇഷ്യൂ, ഇവളുടെ കമന്റ് ബോക്സിൽ ഒരാൾ ഒരു കമന്റ് ചെയ്തു. അതിനെ തുടർന്നിട്ട് ഇപ്പൊ കേസ് വരെ എത്തി നിപ്പുണ്ട്. ഞാൻ ബേസിക്കലി ആ കാര്യത്തിൽ സാറെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. എനിക്ക് എന്തോ വിയോജിപ്പാണ്. അതിന്റെ റീസണും ഞാൻ പറഞ്ഞു. അതിനു മുന്നേ സാറെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സാറയുടെ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. ഇന്ന് കടിച്ചു മുറിച്ചോണ്ടാണ് ഉച്ചയാഹാരം കഴിച്ചു തുടങ്ങിയത്. കഴിക്കുന്നതിന് മുമ്പ് ആമാശത്തിലേക്ക് സ്ഥലം ഒരുക്കണം. അതുകൊണ്ട് ഞാൻ ഓടിച്ചാടി എന്റെ ശരീരത്തിലുള്ള നെയ്യെല്ലാം മണ്ണിലേക്ക് ഉരുക്കി വിടുകയാണ്. അപ്പോഴത്തേക്ക് ചാച്ചൻ വരുന്ന കണ്ടോണ്ട് ഇനി 2 ചാട്ടം കൂടുതൽ ചാടി. പിന്നെ പോഞ്ഞിക്കറി ഇപ്പൊ എനിക്ക് കുടുംബ വീട് പോലെ ആയതുകൊണ്ട് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, മോനെ ഒരു കണ്ണൂർ കൊക്ടേലിലേക്ക് കൊണ്ടുവിടാ. പിന്നെ ഒരു സന്തോഷം, കോക്ടേലിൽ അണ്ടിപ്പരിപ്പ് കടിച്ചാന്ന് തോന്നുന്നു. മുത്തിങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ അണ്ണാക്കിലേക്ക് തള്ളിയും വിട്ടിട്ടുണ്ട്. എനിക്കിതല്ല ചിന്ത, എനിക്ക് തിന്നാനല്ലേ അറിയുള്ളൂ. അവിടെ ഞാൻ നേരെ ഒരു വട്ടം വെച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതേ നടുക്കോട്ട് ഈ ചെമ്മീൻ ചേറങ്ങ് ഒഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഏതാണ്ടൊക്കെ ചേച്ചി ഒഴിക്കുന്നു. അതെല്ലാം കൂട്ടി ഞാൻ അടിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഊട്ടി പോയപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഫുഡിലെ വില എനിക്ക് ശരിക്കും മനസ്സിലായത്. എന്റെ ദൈവമ, എന്റെ പെണ്ണടമായ ചോറില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് കാര്യമായിട്ട് മൃഷ്ടാങ്കം ഞാൻ ഇവിടുന്ന് ചോറ് വാരി ഉണ്ണുന്നുണ്ടായിരുന്നു ഗൈസ്. ഈ ചേട്ടനാണ് പോകുന്നേ ഇല്ലായിരുന്നു. എനിക്കാണ് ഇഷ്ടംപോലെ ആഹാരം ഇങ്ങനെ തള്ളി എന്റെ പ്ലേറ്റിന്റെ സൈഡിലോട്ട് നീക്കി തരുന്നുണ്ടായിരുന്നു. ഇതേ പോഞ്ഞിക്കരയിൽ ഈ മീൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണം. ഇല്ലെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. നല്ല ബംബ്ലാസ്റ്റിക് മീനാണ്. പിന്നെ എപ്പോഴത്തേം പോലെ ബേസ് ഹാർഡായപ്പം നമ്മുടെ തൈരെടുത്ത് കറക്കി അങ്ങോട്ട് ഒഴിച്ചേച്ച് കൂട്ടി അടിക്കുകയാണ്. ഇനി അണ്ണാക്കോഴി ആമാശത്തിലേക്ക് ഇറങ്ങിപ്പോയി മുത്തെടുക്കണമെങ്കിൽ ഒരു കാന്ത പുറകെ ഇറക്കി എന്നുള്ള സങ്കടത്തിലാണ് ഇത് കടിച്ചു പറിച്ച് കഴിക്കുന്നത്. ഈ വിഷമത്തിലും പിന്നെ ഇതൊക്കെ കാണാനും തിന്നാനും പറ്റുന്നുള്ളതാണ് എന്റെ ഏക ആശ്വാസം. അതിന്റെ ഇടയ്ക്ക് ആണ്ട്രാ ചാച്ചന്റെ ബോളിംഗ്. ഈയിടെയായിട്ട് ഇവന് ഇത് തീറ്റിപ്പണ്ടാരോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് മുള്ളിനെ ആത്മാവിനെ അടക്കം ഒരുമിച്ച് തിന്നുകയാണ്. ഇതൊക്കെ ഇറങ്ങിപ്പോയി ഞാൻ കുറച്ച് വെള്ളവും കുടിക്കുന്നുണ്ട്. ഇപ്പൊ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ നെഞ്ചാങ്കുഴി കുരുങ്ങിന്ന് ചത്തേനെ ഞാൻ. പക്ഷെ അതിലൊന്നും നമ്മൾ തളരത്തില്ല രാമൻകുട്ടി. എന്താ നിങ്ങൾക്ക് അറിയാലോ, കാര്യം അന്നമാണ് എന്റെ ഉന്നം. അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഉന്നം. പിന്നെ എനിക്ക് ഈ മുരിങ്ങാക്കോലിനെ പറ്റി 2 പറയാറുണ്ട്. കാരണം വലിച്ചിട്ടും വരുന്നില്ല. വെള്ളത്തിൽ വേറെ റബ്ബർ ബാല് ചോട്ടിൽ ഒഴിച്ച് വളർന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ മീമുള്ള ഒരു താട്ടി കാണിക്കുകയാണ്. ഇനി നമുക്ക് 5 സെക്കൻഡ് ചോറിനെ വന്നിട്ട് കപ്പ എടുക്കാം. കപ്പയോട് നല്ല കാന്താരി ഇട്ട മുളക് ചമ്മന്തി, അതുപോലെ തന്നെ നല്ല മീനിന്റെ പരിഞ്ഞിയിലും മത്തിമീന്റെ പരിഞ്ഞിയിലും ഒക്കെ എടുത്തിട്ട് കുഴച്ച് ഇങ്ങനെ കറക്കി ഇങ്ങനെ തിന്നു നോക്കും. ഈയോ സ്വർഗം മാമ. ഇത് നമുക്ക് സജസ്റ്റ് ചെയ്ത ഷാനുക്കൊക്കെ ഇരിക്കട്ടെ ഇന്നത്തെ ഒരു കുതിരപ്പവൻ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറന്റിൽ നിന്ന് മത്തിയുടെ പരിഞ്ഞിലൊക്കെ തിന്നാൻ കിട്ടുന്നത്. താണ്ട്ര അതിന്റെ ഇടയ്ക്ക് വെള്ളം തീരുന്നതനുസരിച്ച് ചേട്ടൻ കൊണ്ടുകൊണ്ട് തരുന്നുണ്ട്. നീ കൈസെല്ലാം അണ്ണാക്കിന്ന് ഡിസ്കോ ഡാൻസ് കളിച്ചു തൊണ്ടേ കുരുങ്ങി ചാവാതിരിക്കാനായിരിക്കും. താണ്ട്ര അതിന്റെ ഇടയ്ക്ക് ഞാൻ ആത്മാവ് എടുത്ത മീനിന്റെ തല നിർവീര്യം ചെയ്യാൻ പോവാണ് ചാച്ചൻ. ഇത് കണ്ടോണ്ടിരുന്ന എന്റെ അകത്തേക്കൊന്നും പോത്തില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചും കുടിച്ചും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കൂടെ സൈഡായിട്ട് തന്നെ അവിയലിനെ ഒറ്റ കൈ കൊണ്ട് ഒറ്റ കറക്കെടുത്ത് ഒറ്റ പിടി പിടിച്ചു. അപ്പോഴേക്കും ഞാൻ കാത്തിരുന്ന എന്റെ പായസം എത്തി ഗൈസ്. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഒരു ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നുകൊണ്ട് ഞാൻ തീറ്റി നിർത്തും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഗൈസ്. പിന്നെ സ്പൂൺ കൊണ്ട് കഴിച്ചാൽ എന്റെ അകത്ത് എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തോണ്ടി കുടിക്കണം. അപ്പൊ ചാച്ചന്റെ അടുത്തൊന്നും പേടിക്കേണ്ട, എന്റെ കൂടെ നീ കഴിച്ചോ, നീ ഇങ്ങനെ തിന്നു മുടിക്കണം. കാരണം എന്റെ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് തിന്നു മുടിക്കുന്ന ഒരു ഭാര്യയെ പോറ്റാനുള്ള യോഗം എനിക്കുണ്ടെന്ന്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞ ഗൈസ്. ഓക്കെ ബൈ. ഓക്കെ, ഇത്രയും ഫുഡ് ഒറ്റ ഇരിപ്പിനെ ഈ പെൺകുട്ടി കഴിക്കുന്നതാണ് ഞാൻ തന്നെ വണ്ടർ അടിച്ചിരുന്നിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എങ്ങനെയാടാ വയറിൽ സ്പേസ്, അതിന്റെ ഇടയിൽ വെള്ളവും കയറ്റുന്നുണ്ട്. പറ്റുമായിരിക്കും, എനിക്ക് പറ്റത്തില്ല. ഞാൻ അത്യാവശ്യം കഴിക്കും, ഭയങ്കരമായിട്ടൊന്നും കഴിക്കത്തില്ല. നമ്മളിപ്പോ കുറച്ചൊക്കെ കഴിക്കും. ഇത് ഇങ്ങനെ എന്തോ എനിക്ക് അറിയത്തില്ല. എന്തായാലും കൊള്ളാം, നല്ലതാണ്. അത് അവളുടെ കാര്യം, അവള് കഴിക്കട്ടെ. കഴിക്കാനാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഞാനൊക്കെ ജീവിക്കുന്നത് വെറൈറ്റി ഫുഡ് കഴിക്കണം, ടേസ്റ്റ് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെ നിരന്തരം സാറായിടുന്ന വീഡിയോസ് കണ്ട് അതിനടിയിൽ ഒരു ചിത്ര എന്ന് പറയുന്ന ഒരു ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ കമന്റ് കണ്ടിട്ട് ഒരു മോശമായിട്ടും തോന്നിയിട്ടില്ല. സീരിയസ്ലി പറയാല്ല, എനിക്ക് മോശമായിട്ട് അത് തോന്നിയിട്ടില്ല. ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം.
കാര്യം വീഡിയോസ് എല്ലാം നല്ലതാണേലും കുറച്ച് ഓവറായി വരുന്നുണ്ടോ എന്ന് എനിക്ക് മാത്രമാണോ തോന്നുന്നത്. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും ഇതുവാടാ ഇത് ഇങ്ങനെ ഇതെല്ലാം കൂടി എവിടെ പോയി വീട് എന്താണ് ഞാനും ആലോചിച്ചില്ലെന്ന് പറയുന്നില്ല. ഓക്കെ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്ത വരുന്നത് റോങ് അല്ല. കാരണം എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ ആഹാരം കഴിക്കുന്ന പെമ്പിള്ളേരെ കണ്ടിട്ടില്ല. പയ്യന്മാർ വീണ്ടും കഴിക്കും. പെമ്പിള്ളേർ കഴിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്ന, പയ്യന്മാരൊക്കെ ഇത്രയും കഴിക്കുന്നതും എനിക്കറിയത്തില്ല കേട്ടോ. ഇത്രയും ഒറ്റ ഇരിപ്പിന് പല വെറൈറ്റീസ് ഒരുമിച്ച് അടിച്ച് കയറ്റുന്ന വലിയ പിടിയൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തീറ്റി മത്സരത്തിലൊക്കെ ചിലപ്പോൾ കഴിച്ചേക്കും. അല്ലാണ്ട് ഇത്രയും ഫുഡ് വാരി വെതറി കഴിക്കുന്ന ആൾക്കാരെ എനിക്ക് അറിയത്തില്ല. അപ്പൊ സാറ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോ, ഇങ്ങനെയല്ല നിരന്തരം ഇങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നത്. അപ്പൊ ഒരാൾ മാന്യമായിട്ടാണ് എനിക്ക് ആ കമന്റ് തോന്നിയ കേട്ടോ. കാര്യം വീഡിയോസ് എല്ലാം നല്ലതാണേലും കുറച്ച് ഓവറായി വരുന്നുണ്ടോ എന്ന് എനിക്ക് മാത്രമാണോ തോന്നുന്നത്. അത് ചിരിയുടെ ആ ഒരു ഇത്. എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ബോറായി തുടങ്ങും ആൾക്കാർക്ക്. അതായത് ഡെയിലി ഇതുപോലെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ്, ഇങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് ആൾക്കാർക്ക് ഡെയിലി കണ്ടു വരുമ്പോൾ ബോറാണ്. ഇപ്പൊ ഏത് കണ്ടന്റ് ആയാലും അങ്ങനെ തന്നെ. ഇപ്പൊ ഡെയിലി എന്റെ മോന്ത കണ്ടോണ്ടിരുന്നാൽ നിങ്ങൾക്കും ബോറടിക്കും. ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് മോന്ത മാറ്റി വയ്ക്കാൻ പറ്റൂ? ഇല്ല. അതുകൊണ്ട് സ്വാഭാവികം അങ്ങനെ ഡെയിലി കണ്ട് വരുമ്പോൾ ചെറിയൊരു ബോറടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ഓക്കെ, അത് അവർ മാന്യമായിട്ടേ പറഞ്ഞത്. എനിക്ക് അതാണ് സാറേ അടുത്ത് എനിക്ക് യോജിപ്പില്ലാത്തത്. എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ഇതിപ്പോ കമന്റ് ബോക്സ് അല്ലേ, അഭിപ്രായം പറയാലോ. വളരെ മാന്യമായിട്ട്, ഇതിൽ പരം മാന്യമായിട്ട് ചിത്ര പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും മാന്യമായിട്ട് എനിക്ക് അവര് സാധാരണ ഒരു കമന്റ് ഡെയിലി ഇങ്ങനെ വീഡിയോസ് കണ്ട് ചിലപ്പോൾ ബോറായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായിട്ടൊരു കമന്റ് ഇട്ടു. അപ്പൊ സാറയ്ക്ക് ഇതങ്ങ് പൊട്ടി. സാറയ്ക്ക് ഈ കമന്റ്സ് അങ്ങോട്ട് ക്ഷമയോടെ കാണാനുള്ള ഇതൊന്നും ഇല്ലെങ്കിൽ നിർത്തിപ്പോ. ഞാൻ അതേ പറയത്തുള്ളൂ, ഇല്ലെങ്കിൽ നിർത്തിപ്പോ. വളരെ മാന്യമായിട്ടുള്ള, നിന്നെ ചീത്ത വിളിക്കുക, നിന്നെ തെറി വിളിക്കുക, അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ വെച്ച് കൂട്ടി പറയുക, തെറി വിളിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. വളരെ മാന്യമായിട്ടൊരു കമന്റ് ഇട്ടപ്പോൾ നിനക്ക് ഉരുപൊട്ടി. ഓക്കെ, ഇനി നീ ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നീ ബോഡി ഷെയിം ചെയ്തെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നീ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കത് ഫീലായി. നീ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീലായ സാധനമാണ് അത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ നേരത്തെ കണ്ടതാണ്. ഞാൻ പിന്നെ വിട്ട് പോയി പോട്ട് പുല്ല എന്തെങ്കിലും ചെയ്തിട്ട്. പക്ഷെ നീ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഫീലായ ആ കാര്യം. കാരണം ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ആ സാധനം ഫീലായത്. ഞാനത് ബോഡി ഷെയിം ഒന്നും ഞാൻ പറയത്തില്ല. ബോഡി ഷെയിമിംഗ് ഒന്നുമില്ല, ബോഡി ഷെയിമിംഗ് സാറ് ചെയ്തിട്ടില്ല. പക്ഷെ നീ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് കൊടുക്കാം. മീറ്റ് വിത്ത് ചിത്ര എസ്. എന്താന്ന് വെച്ചാൽ ആ ചേച്ചി ഒരു കമന്റ് ഇട്ടിരിക്കും, മോളെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറായിട്ട് തോന്നും, ഈയിടെയായിട്ട് മോള് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന്. ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടി. എന്താണെന്നറിയാമോ, ഒരേ ഡ്രസ്സിൽ 10 വീഡിയോ ഒരുപോലെ മിററിലെടുത്ത് വെച്ചിരിക്കുന്ന ചേച്ചി. അപ്പം ആരാണ് പറയൂ, ആരാണ്? ചേച്ചി കമന്റ് ആയിട്ട് ഇട്ടോളൂ, ചേച്ചിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യം പറയാൻ അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ ചേച്ചി? ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം വരത്തില്ല ചേച്ചി? ഇപ്പൊ കുഴപ്പമില്ല, ഇച്ചിരി വിഷമം ചേച്ചിക്കും കിട്ടിയില്ലേ? ഇല്ലേ ചേച്ചി? അപ്പോൾ ഓക്കെ ഗായ് ബൈ. ഓക്കെ, അങ്ങനെയല്ല, ഓക്കെ ബൈ ഗായ്സ്. ഓക്കെ, സാറൊക്കെ എല്ലാം കോമഡി ആയിരിക്കും, എല്ലാം കോമഡി ആയിട്ട് തന്നെ വേണമെങ്കിൽ ഈ റീലിനങ്ങ് എടുക്കാം. പക്ഷെ ഒരേ ഡ്രസ്സിൽ ഒരുപാട് വീഡിയോസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എനിക്ക് എന്തോ ഫീൽ ചെയ്ത്. അത് ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. സാറൊക്കെ ഒരുപാട് ഡ്രസ്സ് ഉള്ളതുകൊണ്ടായിരിക്കും സാറ ഒരുപാട് ഡ്രസ്സിൽ വീഡിയോ ഇടുന്നത്. ഓക്കെ, ഇതിപ്പോ സാറ അങ്ങനെ പറഞ്ഞതുകൊണ്ട് സാറ ബോഡി ഷെയിം ചെയ്തെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരുപാട് ഡ്രസ്സ്, ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ബുധനാഴ്ച മാത്രമേ ഒരാഴ്ച കളർ ഡ്രസ്സ് ഇടാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അത് ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാണ് ഞാൻ, സത്യം. ബാക്കി ദിവസം യൂണിഫോം അല്ലേ, രക്ഷപ്പെട്ട്. ഈ മൈൻഡായിരുന്നു. കാരണം ഡെയിലി മാറി ഇടാൻ ഒരുപാട് ഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ സിറ്റുവേഷൻ വരുമ്പോ സന്തോഷം, ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി അത്ര ദിവസം യൂണിഫോം അല്ലേ, അങ്ങനെ സമാധാനിക്കുന്ന ടീമായിരുന്നു. ഓക്കെ, അത് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ അത്രയും മാത്രമേ റോങ് ആയിട്ടുള്ളൂ. ബാക്കി നീ കോമഡി ആയിട്ട് പറഞ്ഞു വിട്ടു. പക്ഷെ ഒരേ ഡ്രസ്സ് ഇട്ട് ഒരുപാട് വീഡിയോ എന്ന് പറയുമ്പം അത് ചിലപ്പോൾ അവരുടെ സാഹചര്യമായിരിക്കും. അവർക്ക് സാറേ പോലെ ഒരുപാട് കാശ് കാണത്തില്ല, ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഒരുപാട് ലുക്കിൽ ഒരുപാട് റീൽ എടുത്ത് തള്ളാനായിട്ട്. ഓക്കെ, ഒരേപോലത്തെ റീല് ഇപ്പം മിററിൽ നിന്നിട്ട് ഒരേപോലത്തെ റീൽ എടുത്തെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ വിഷയമൊന്നുമില്ല. പക്ഷെ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് ഒരേ റീൽ അത് പറയുമ്പോൾ അത് റോങ്ങാ. ഓക്കെ, ഇപ്പം എല്ലാത്തിലും വേണം ഊക്കി വിടാം, എന്തു പറയാം, എല്ലാത്തിലും വന്നിട്ട് ഒരേപോലെ നിന്ന് എടുത്തോളും, മിറർ ഒരു വ്യത്യാസം ഇല്ലല്ലോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല, അത് ചിരിച്ചു വിടാൻ സ്കോപ്പേ ഉള്ളൂ. പക്ഷെ ഒരേപോലത്തെ ഡ്രസ്സിൽ എന്നും മിററിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരേപോലത്തെ ഡ്രസ്സ് എനിക്ക് പെട്ടെന്ന് മറ്റേ പഴയ കാര്യം കണക്റ്റായി. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു കേട്ടോ, ഞാൻ നിങ്ങളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി സംസാരിക്കുന്നില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. എനിക്ക് അതായിട്ടാണ് കണക്ട് ചെയ്ത്. എന്താ ഒരേപോലത്തെ ഡ്രസ്സ്, അവർക്ക് വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ അതാണ് ഫസ്റ്റ് ചിന്തിച്ചത്, അവർക്ക് വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഊക്കി വിട്ട് ഇല്ലെന്നേ പറഞ്ഞില്ല, നല്ല രസമായിട്ട് ഊക്കി വിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന് കാണുന്നവർക്ക് ചിരിച്ചുകൊണ്ടിരുന്ന് കാണാം. കമന്റ് ബോക്സിലും സാറയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട്. പക്ഷേ ബോറാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ബോറാണ്.
അങ്ങനെ പറയാൻ പാടില്ല. ആ സ്റ്റേറ്റ്മെന്റ് റോങ്. ബോഡി ഷെയിം നീ അവിടെ ചെയ്തിട്ടില്ല. ചിലവർ പറയുന്നു നീ ബോഡി ഷെയിം ചെയ്തത്. ബോഡി ഷെയിം നീ ചെയ്തിട്ടില്ല, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, എന്തായാലും സാറ ഇപ്പൊ എയറിലാണ്. അതിന്റെ റീസൺ കുറെ പേര് പറയുന്നു ഇത് ബോഡി ഷെയിമിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പിന്നെ ഞാൻ സാറേ അടുത്തൊരു കാര്യം പറയാം. നിനക്ക് ആയിരക്കണക്കിന് കമന്റ്സ് വരുന്ന കമന്റ്സ് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല, നിനക്ക് നെഗറ്റീവായിട്ടാണ് ഈ ചിത്രയുടെ കമന്റ് ഒക്കെ നിനക്ക് നെഗറ്റീവായിട്ടാണ് തോന്നിയെങ്കിൽ നീ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. എന്റെയൊക്കെ കമന്റ് ബോക്സ് നോക്കണം. നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെയാണ് വീഡിയോസ് ഇടുന്നത്. ഇതൊന്നും ഫേസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഒരു ഓപ്പിന് നിൽക്കല്ലേ. ഇതൊക്കെ അങ്ങ് അത്രയ്ക്ക് അങ്ങോട്ട് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ കമന്റ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ്, മറ്റുള്ളവരുടെ അഭിപ്രായം, ഇതൊന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ വീഡിയോ ഇടല്ലേ. അല്ലെങ്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കണം. പബ്ലിക്കിൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ അഭിപ്രായം പറയാം. അത് താങ്ങാനുള്ള മെന്റാലിറ്റി ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഞാനതേ പറയത്തുള്ളൂ. ഓക്കെ, സീരിയസ്ലി. ഇതിപ്പോ പബ്ലിക്കിൽ ആ വീഡിയോ ഇടുന്നു, നാട്ടുകാർ കാണാൻ വീഡിയോ ഇടുന്നു, കാശുണ്ടാക്കുന്നു, എന്നാൽ നാട്ടുകാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല. ഇതേ നാട്ടുകാർ കാണുന്നതുകൊണ്ടാണ് നിനക്കൊക്കെ കാശ് കിട്ടുന്നത്. ആ ബോധം ഉണ്ടാവുക. ഓക്കെ, അല്ല കാശിന് വേണ്ടി അല്ലാണ്ട് മറ്റേ വേറെ പരിപാടിക്കൊന്നും അല്ലല്ലോ വീഡിയോ ഇടുന്നത്, കാശിന് വേണ്ടി തന്നെ അല്ലേ. ഓക്കെ, ഞാൻ കാശിന് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത്. എത്തിക്സ് കാണിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് കാശിന് വേണ്ടി വീഡിയോ ഇടുമ്പോൾ ഉറപ്പായിട്ട് വിമർശനങ്ങൾ ഉണ്ടാവും, സപ്പോർട്ടേഴ്സ് ഉണ്ടാവും, കളിയാക്കലുകൾ ഉണ്ടാവും. ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുക. അല്ലെങ്കിൽ വീട്ടിൽ പോയി കമന്റ് നടന്ന് ഉറങ്ങുന്നതായിരിക്കും നല്ലത്. ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷയം ഇതെന്തോ അവരാണ് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല, ഇത് കുറച്ച് ഓവറല്ലേ, ചിലപ്പോൾ ഓവറാ, എങ്കിൽ നിനക്ക് എടുത്ത് ചൂക്ക എന്നും ഒരേപോലെ മിററിന്റെ മുന്നിൽ നിന്നും കൊണ്ട് വീഡിയോ ചെയ്യുന്നില്ലേ, ചേച്ചിക്ക് ഓവറായിട്ട് തോന്നില്ലേ, ന്യായമായ കാര്യം, ഊക്കി വിട്ട്. പക്ഷെ എന്നും ഒരേ ഡ്രസ്സിലെന്ന് പറയുമ്പോൾ അത് റോങ്ങാണ്. ഗ്രാമർ മിസ്റ്റേക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, അത് റോങ് സ്റ്റേറ്റ്മെന്റ്. അത് എനിക്ക് ചിലവർക്ക് അത് ഫീൽ ആവട്ടെ, ചിലവർക്ക് അത് ഫീൽ ആവും. ഇപ്പം മറ്റേ വേറൊരുത്തം വന്നിട്ട് അത് ബോഡി ഷെയ്മിംഗ് ആണെന്ന് പറഞ്ഞതിന്റെ റീസണും ആ ഒരു ഡ്രസ്സിന്റെ ഇത് വെച്ചിട്ടാണ് അവൻ പറഞ്ഞത്. പക്ഷെ ബോഡി ഷെയ്മിംഗ് അല്ല, പക്ഷേ ദാറ്റ്സ് റോങ്. ആ സ്റ്റേറ്റ്മെന്റ് അത് അവനത് ബോഡി ഷെയ്മിംഗ് ആയിട്ട് തോന്നിക്കാണ്. എനിക്ക് ബോഡി ഷെയ്മിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ അത് ഒരാളുടെ ഇതാണ്. കാശുള്ളവൻ കാർ വാങ്ങും ബസ് വാങ്ങും എന്ന് പറയുന്ന പോലെ, അല്ലാത്ത ഇങ്ങനെ ഇരുന്ന് മൂഞ്ചു എന്ന് പറയുന്നത് പോലെ, കാശുള്ളവർ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി അവരുടേതായ രീതിയിൽ നടക്കും, സാറേ പോലെ. ഇല്ലാത്തവർ ചിലപ്പോൾ ഒരു ഡ്രസ്സിൽ തന്നെ ആയിരിക്കും ഡെയിലി വീഡിയോ ഇടുന്നത്. അതിൽ ഒരു ഇതൊന്നുമില്ല, ഉള്ളതുപോലെ കേട്ടാ. അതുകൊണ്ട് അത് തെറ്റാണ്. എന്തായാലും സാറ ഇതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്നും കേൾക്കാം. ഉണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇഷ്ടം പോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പം ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ ഇട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആ ചേച്ചിക്ക് അത് ബോറായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റിനെ റിയാക്ട് ചെയ്തു. ഒറ്റ കാര്യമല്ലാതെ ആ ചേച്ചിയുടെ നിറത്തെ പറ്റിയോ സൗന്ദര്യത്തെ പറ്റിയോ ബോഡിയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ട് കൂടെയില്ല. അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഞാൻ വലിയ ലെമ്പയോ അല്ലെങ്കിൽ എനിക്ക് വലിയ സൗന്ദര്യമോ വലിയ നിറമോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഞാൻ നാളെ മരിച്ചാൽ വെറും പുഴുക്കൾ തിന്ന് തീർക്കാനുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു 3-4 വെറുതെ കഷ്ണം വെച്ച് അതിന്റെ അകത്ത് അലിഞ്ഞു തീരത്തേ ഉള്ളൂ. ഞാൻ അത്രേ ഉള്ളൂ. ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളുമല്ല, മനുഷ്യരത്രേ ഉള്ളൂ. ഈ ചിത്ര ചേച്ചിയുടെ കേസ് ഞാൻ പറയാം. ഇവരുടെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് രാത്രി ചാച്ചന ഒരു മെസ്സേജ് വേറൊരു പുള്ളിക്കാരൻ അയക്കുവാണ്, വൈഫിന്റെ അടുത്തൊന്ന് പറയണം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. കാരണം ഇവർക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേടാണെന്ന്. എന്തുകൊണ്ട് ചിത്ര ചേച്ചി എന്റെ കാര്യം ചിന്തിച്ചില്ല? ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് 23 വയസ്സുള്ളൂ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ ചേച്ചി എന്തുകൊണ്ട് ചിന്തിച്ചില്ല എനിക്ക് വിഷമം ഉണ്ടാവും ബാക്കിയുള്ള ആളുകൾ കാണുന്നു എന്ന്? അത്രയ്ക്ക് ചേച്ചിക്ക് എന്നോട് പറയണം. അല്ലെങ്കിൽ എന്നെ അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് DM ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഒന്നാമത് മനസ്സിനൊന്നും ഒരു രീതിയിലും സമാധാനം ഇല്ലാത്ത പെൺകുട്ടിയാണ്. എനിക്കിപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയേറെ ഞാൻ സ്ട്രഗിൾ നിൽക്കുമ്പോൾ എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ വീഡിയോസ് ഇടുക എന്നുള്ളത്. ചിലരത് കോമാളിത്തരമായിട്ട് പറയും, ചിലർക്ക് അത് സന്തോഷം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്നെ റിപ്ലൈ ചെയ്യുക, അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒട്ടുമേ എന്നെ പറ്റുന്നില്ല എങ്കിൽ ഓക്കെ, ഞാൻ ഈ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നിർത്താം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഒരു ജീവിതം നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മളെ കൊണ്ടാവുന്നത് അതേ ഉള്ളൂ. നമുക്ക് സുഖമാണ്, ആരും കാണാത്ത ഒരു റൂമിൽ കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് എന്തോരം ഹേർട്ട് ആവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് വരെ ഞാൻ എന്റെ ഒരു കണ്ടന്റിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ചിത്ര ചേച്ചി സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിയത്. കാരണം എനിക്ക് അത്രമേൽ വിഷമം വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ റിയാക്ട് ചെയ്തിരിക്കുന്ന ഈ മാന്യൻ പണ്ട് തൊപ്പിയെ കണ്ടപ്പോ, തൊപ്പി എന്തോ ഒരു ഇനാഗ്രേഷന് പോയപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ടൈമില് പോയി കെട്ടിപ്പിടിച്ച് തൊപ്പിയുടെ ഫോട്ടോ എടുത്ത വ്യക്തി ഈ റീസെന്റ് തൊപ്പിക്ക് എന്തോ ഒരു പ്രശ്നം വന്നപ്പം
തൊപ്പിയെ പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കും. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ നിലവാരം മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായ കുറെ പോരായ്മകളുണ്ട്. എനിക്കും പോരായ്മകളുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും പോരായ്മകളുണ്ട്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്കൊരു ജീവിതമുള്ളൂ. മറ്റുള്ളവർക്ക് ബാധ്യതയാവാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ ഗൈസ്, ബൈ. മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ ജീവിതം അടിച്ചു പൊളിക്കണമെന്നല്ലേ പറഞ്ഞേ? എങ്കിൽ നീ ആ പെണ്ണിനെ, ചിത്ര എന്ന് പറയുന്ന പെണ്ണിനെ വിഷമിപ്പിച്ചില്ലേ? അവരുടെ ആ കമന്റിൽ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നില്ല. എന്താ അവർ പറഞ്ഞത്? കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ എന്നാണ് പറഞ്ഞത്. അല്ലാതെ നീ ഫുഡ് കഴിച്ച് പണ്ടിറങ്ങി ചത്തു തൊലഞ്ഞു പോകുന്നൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ നീ ഫുഡ് കഴിച്ച് നീ അൽക്കുലത്തായി പോകുന്നു പറഞ്ഞില്ല. പിന്നെ എന്തിനാ നിനക്ക് ഇത്ര തിളപ്പായ? എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല നിന്റെ ആ തിളപ്പിന്റെ ഒരു ഇത്. ആ കമന്റ് നെഗറ്റീവ്, ആ കമന്റ് ഫേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എവനെങ്കിലും ഫേക്ക് അക്കൗണ്ട് പച്ചത്തെറികൾ ചെയ്യുന്നത് നീ എങ്ങനെ ഫേസ് ചെയ്യും? എനിക്കറിയത്തില്ല. ഇത്തരം കമന്റുകൾ ഫേസ് ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിർത്തിപ്പോ, അതായിരിക്കും ബെറ്റർ. ഞാനുള്ള കാര്യം സീരിയസ്ലി പറയാം. എന്റെയൊക്കെ കമന്റ് ബോക്സ് നോക്കണം. അയ്യോ, ഫേസ്ബുക്കിൽ പോയി ഒന്ന് നോക്കി നോക്ക്. നീ വീഡിയോകളുണ്ട് ഫേസ്ബുക്കിൽ ഇട്ട് നോക്ക്, അപ്പൊ വരും സൂപ്പർ കമന്റുകൾ. ഓക്കെ, പക്ഷെ എന്തോന്നാടേ സാറേ, നിനക്ക് കുറച്ച് കോമൺ സെൻസ് ഇല്ലേ? യൂസ് ചെയ്യും. ഇത്തരം കമന്റിനെ നിന്നോട് തെറി പറയുക ഒന്നും ചെയ്തില്ല. മാന്യമായിട്ട് നിന്റെ ഏതോ സ്ഥിരം ഓഡിയൻസ് ആണെന്ന് തോന്നുന്നു. എന്നിട്ട് അവർ ഫാമിലിയോടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യുമെന്ന് ചോദിച്ചു. നീ ഒന്ന് അവരുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കി നോക്ക്. ഓക്കെ, അവർക്ക് മക്കളുണ്ട്. അവര് എടാ നിന്നെ എന്തെങ്കിലും മോശം പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, എനിക്കത് മോശമായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും എനിക്ക് എവിടെയാണ് അതിൽ മോശമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ നീ പറഞ്ഞതിലുണ്ട് ഒരേ ഡ്രസ്സിന്റെ കേസ്, അത് മോശമാണ്. ഓക്കെ, അത് മോശമാണ്. ന്യായീകരിക്കരുത്, മെഴുകരുത്. ബോഡി ഷേമിംഗ് അല്ല നീ പറഞ്ഞത്, പക്ഷെ അത് റോങ്. ഇനി ഈ വീഡിയോക്കകത്ത് സാറ് ഒരുത്തനെ കാണിച്ചില്ലേ, അവൻ പറഞ്ഞ വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. You guys know influencer Sarah Joseph. Actually, I were a supporter of her, but I started hating her. Only I realized one thing. പുള്ളിക്കാരത്തെയും കുറെ വൃത്തികെട്ട ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ തന്നെ മറ്റുള്ള മനുഷ്യരെ ബോഡി ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിംഗ് കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഐ സോ എ വീഡിയോ, പുള്ളിക്കാരത്തിന്റെ കമന്റ് ബോക്സിൽ പുള്ളിക്കാരത്തെ നെഗറ്റീവ് കമന്റ് ആണെന്ന് വാദിക്കുന്ന ഒരു കമന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ടേൺ ആൻഡ് ക്രോസ് മില്യൺ വ്യൂവേഴ്സ്. ഓൺലി ഷീ നോ ദാറ്റ് ആ കമന്റ് ഇട്ട വ്യക്തിനെ ഈസി ആയിട്ട് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വലിച്ചു കയറി ബോഡി ഷെയിമിംഗ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്താല് ഷീ വിൽ ഗെറ്റ് മോർ അറ്റൻഷൻ ആൻഡ് ഷീ ക്യാൻ എന്റർടൈൻ പീപ്പിൾ. I want to ask one thing towards Sarah Joseph that നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ നെഗറ്റീവ് ആയിട്ട് തോന്നിയത്? ഇതുവരെയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സും വന്നിട്ടില്ല. ഫോർ മീ, ഐ നോ ദാറ്റ് ലൈക്ക് നമ്മളൊരു പബ്ലിക് ഇൻഫ്ലുവൻസർ ആകുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള റിയൽ നെഗറ്റീവ് കമന്റ്സും സ്ലട്ട് ഷെയിമിങ്ങും ബോഡി ഷെയിമിങ്ങും ഒക്കെ നമ്മുടെ നേർക്ക് വരും. Of course, you faced, I think, definitely, if you are influencer, definitely നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കമന്റുകൾക്ക്, അത്തരത്തിലുള്ള വൃത്തികെട്ട കമന്റുകൾ പലതും നിങ്ങളുടെ ഐഡിയയിൽ വരുമ്പോഴും why you choose this? Because you know that, right? സ്റ്റിഗ്മ റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ഫിസിക്കുള്ള ഒരു സ്ത്രീ അല്ല നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്തത്. നിങ്ങൾ അവരെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ you will get more attention by 4 people, right? Yeah, you get that. It's very normal and common inside our society that ഏതൊരു മനുഷ്യനെ എന്തെങ്കിലും അവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കിനെ, അവരുടെ കളറിനെ, അവരുടെ ജെൻഡറിനെ, അവരുടെ ഒരു രീതിനെ, അവരുടെ മാനറിസത്തിനെ ഒക്കെ പറഞ്ഞ് തിരിച്ച് കളിയാക്കാതെ ഒരു റിയൽ ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു റെസ്പോണ്ട് കൊടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല? ആക്ച്വലി അത് നിങ്ങളുടെ പോരായ്മയാണോ വൈകല്യമാണോ? ഐ ഡോണ്ട് നോ. ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് കോമൺ ഇൻസൈഡ് അവർ സൊസൈറ്റി ദാറ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ആക്ച്വലി എന്തെങ്കിലും രീതിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റോ ഒരു തെറി പറയാത്ത അല്ലെങ്കിൽ വൃത്തികേടില്ലാത്ത ഒരു ഒപ്പീനിയൻ പോലും പബ്ലിക്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വേ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്ലട്ട് ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ബോഡി ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ജെൻഡർ ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കളർ ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ മാനറിസംസ് എങ്കിലും എടുത്തിട്ട് വേറെ രീതിക്ക് പോർട്രേറ്റ് ചെയ്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രവണത. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ ബിക്കമിംഗ് ദിസ് മച്ച് ചീപ്പ്. അവർക്ക് തിരിച്ചു പറയാനായിട്ട് കാര്യങ്ങൾ ഇല്ലായിരുന്നിട്ടാണോ? വൈ ഡോണ്ട് സാറ ജോസഫ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്ത സമയത്ത് why don't she say and why don't she think like ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അത്തരത്തിലുള്ള സ്ലട്ട് ഷെയിമിങ്ങും തെറിയും ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക്, ബട്ട് ഈ കമന്റിനകത്ത് അത്തരത്തിലുള്ള ഒരു വൃത്തികേടും ഇല്ല. ഷീ ഈസ് ഓൺലി ആസ്കിങ് അബൌട്ട് മൈ കോണ്ടന്റ് അല്ലേ? ഈ പേഴ്സണാലിറ്റിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇട്ട ആളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് ഐ ന്യൂ ദാറ്റ്. You made it right. What the confidence? And that you have a man, right? എല്ലാ കമന്റിന്റെ താഴെ റിയാക്ട് ചെയ്യുന്നു. എന്റെ ഭാര്യനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ റിയാക്ട്. Then hold your ഭാര്യ and live with her. ഒരാളിനെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ബോഡി ഷെയിമിംഗ് ചെയ്യാനായിട്ട് വലിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് what the satisfaction which you get, guys? It was a plan, right? You know that. Like I said. ബേസിക്കലി ഇവൻ എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബോഡി ഷെയിമിംഗ് ഒന്നും അവിടെ സാധാ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഡ്രസ്സിന്റെ കേസ് മോശമാണ്. പിന്നെ ആ കുടുംബത്തിൽ ആ പെണ്ണിനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായെങ്കിൽ അതും സാറയുടെ മിസ്റ്റേക്കാണ്. അപ്പൊ ചോദിക്കും, ഓ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ, അതിന് അവള് അതിന് മാത്രം എന്നാ പറഞ്ഞു സാറേ, എന്നാ പറഞ്ഞ്
ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ബോറടിച്ചേക്കാം ഡെയിലി ഇങ്ങനെ തിന്നുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ ഡെയിലി വന്നിരുന്ന് കൊണയടിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എന്നെ കണ്ടു മടുക്കില്ലേ? അതുപോലെ ആയിരിക്കാം ആ പെൺകുട്ടിയും പറഞ്ഞത്. മോശമാണ് സാറേ, നീ ചെയ്തത് മോശം, അതില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതിനെ ഒന്ന് ന്യായീകരിച്ച് മെഴുകല്. പിന്നെ ഈ കിഴങ്ങൻ പറഞ്ഞത് എനിക്ക് യോജിപ്പില്ല, ഉള്ള കാര്യം പറയല്ല. ഇവൻ എന്ത് തേങ്ങയെ പറയുന്നത് അവന് പുലർന്നു. അല്ലെങ്കിൽ നിന്റെ മാനർസത്തിൽ എന്തോ ഒരു പന്തി കേട്. പോട്ടെ, അത് വിട്, അതല്ല നമ്മുടെ ഇവിടത്തെ വിഷയം. എന്തായാലും ഇവനെതിരെ കേസുമായിട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് സാറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല, ഇപ്പോഴേ ഞാൻ പറയാം, ഒരു കാര്യമില്ല. ഇവൻ നിന്നൊന്നും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അവൻ പറഞ്ഞത് അവന് തോന്നിക്കാണും, അവന് തോന്നി നിനക്ക് നീ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്ന പോലെ അവനെ തോന്നി, അവൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. നീ കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അതാണ് വേറൊരു സത്യം. എന്തായാലും നീ പറ. ആളുകളെങ്കിലും അശ്വിൻ സുഗതന്റെ ഈ വീഡിയോ കണ്ടു കാണും. അപ്പം ഇങ്ങനെ അശ്വിൻ സുഗതൻ പറയുന്ന പോലെ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ ബോഡി ഷെയിമോ അല്ലെങ്കിൽ നിറത്തിലോ അല്ലെങ്കിൽ മാനറിസത്തിലോ ഏതേലും രീതിയിൽ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേസായിട്ട് പോകണം. ഇപ്പോൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വീഡിയോയിൽ എവിടെയും ഇങ്ങനൊരു കാര്യം മെൻഷൻ ചെയ്യോ അല്ലെങ്കിൽ ഈ തരത്തിൽ അശ്വിൻ സുഗതൻ പറയുന്ന ഒരു കാര്യം ഞാൻ എന്റെ അത് ചെയ്തിട്ടില്ല. എനിക്ക് കമന്റ് ഇട്ട ആൾക്കെതിരെ തിരിച്ച് കമന്റായിട്ട് റിപ്ലൈ അതേ രീതിയിൽ ഞാൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ അശ്വിൻ സുഗതനെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പറ്റി ഞാനൊരു പെൺകുട്ടിയാണ് വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആൾക്കാർക്ക്, സോഷ്യൽ മീഡിയയിലുള്ള ആള് എനിക്ക് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടും എനിക്ക് മാനസികപരമായിട്ട് പ്രശ്നങ്ങളും എന്നെ അറിയുന്ന കുറെ ആളുകൾ, ഇപ്പൊ ചിത്ര ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ ചിത്ര ചേച്ചി എന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എനിക്ക് കമന്റ് ഇട്ടതിന് ഞാൻ റിപ്ലൈ കൊടുത്തു. അല്ലാതെ ഞാൻ ആർക്കും അങ്ങോട്ടും പോയതോ അല്ലെങ്കിൽ ഒരു പ്രശ്നം അങ്ങോട്ട് ഉണ്ടാക്കാൻ പോയതോ അല്ല. ഈ അശ്വിൻ സുഗതൻ എന്ന് പറയുന്ന ആള് വലിയ സപ്പോർട്ടറാണ്. ചിത്ര ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ ചിത്ര ചേച്ചി എന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എനിക്ക് കമന്റ് ഇട്ടതിന് ഞാൻ റിപ്ലൈ കൊടുത്തു. അല്ലാതെ ഞാൻ ആർക്കും അങ്ങോട്ടും പോയതോ അല്ലെങ്കിൽ ഒരു പ്രശ്നം അങ്ങോട്ട് ഉണ്ടാക്കാൻ പോയതോ അല്ല. ഈ അശ്വിൻ സുഗതൻ എന്ന് പറയുന്ന ആള് വലിയ സപ്പോർട്ടറാണെന്ന് പറയുന്നു. സപ്പോർട്ടർ ഒരിക്കലും ഒരാള് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നതല്ല ചെയ്യുന്നത്. എനിവേസ്, എന്തായാലും അശ്വിൻ സുഗതന്റെ കാര്യങ്ങൾ അശ്വിൻ സുഗതൻ ചെയ്യട്ടെ, എന്റെ കാര്യങ്ങൾ എന്റെ വഴിക്കൂടെ ഞാൻ ചെയ്യും. അപ്പൊ നമുക്ക് അശ്വിൻ സുഗതനെ ക്യാച്ച് ചെയ്യാം. അപ്പൊ ആൾക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കറിയാം, എന്തൊക്കെയാണ് ആൾ ഉദ്ദേശിക്കുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഇല്ലാത്തത് പറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ആൾ ഇനിയിപ്പോ നേരിടട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് കാണാൻ കഴിയും. ഒയ് സാറാ, ഒയ് നീ ഇത്രയും രോഷാകുലയാകുന്നു, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ കൊടുത്തു, നിനക്ക് കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ ഇവൻ പറയുന്നതല്ല വെട്ടിത്തനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ബോഡി ഷെയ്മിങ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എടേ, ഇതൊന്നും സഹിക്കാൻ പറ്റൂലെങ്കിൽ ഈ പണിക്ക് നിൽക്കല്, അതെനിക്ക് ബേസിക്കലി പറയാനുള്ളൂ. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെട്ടതാകാണ്ട് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.